ഹൈ ഡിയേഴ്സ്, DAB നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് കേട്ടോ. മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് ഉള്ളു കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. ഈ ഒരു ഹെയർ മാസ്ക് ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ യൂസ് ചെയ്താലും മതി. ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് തന്നെ കാണാവുന്നതാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് നല്ല ഉള്ളോട് കൂടിയിട്ട് തന്നെ മുടി ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ഹെയർ മാസ്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാളയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏകദേശം 10-15ഓളം ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങളുടെ മുടിയുടെ ഉള്ളിനനുസരിച്ച് അല്ലെങ്കിൽ നീളത്തിനനുസരിച്ച് ആ ഒരു തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടിയെ വളരാനും അതുപോലെ തന്നെ നെറ്റ് കെയറിലൊക്കെ മാറ്റിയെടുക്കാനായിട്ടും സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഉള്ളി ഞാനിവിടെ നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ടോ അരിച്ചെടുക്കാം. തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഫുൾ എക്സ്ട്രാക്റ്റ് ഉള്ളിയുടെ ആ ജ്യൂസ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഉള്ളിനീര് ഞാനിവിടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉള്ളിനീരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 3 ടീസ്പൂൺ തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഏത് തൈര് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ചേർക്കുന്നത് അലോവേര ജെല്ലാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ് ഇത്. ഒരു 5 ടീസ്പൂണോളം അലോവേര ജെല്ലാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് 2 വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ക്യാപ്സൂൾ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വൈറ്റമിൻ ഇ ഓയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജി അല്ലെങ്കിൽ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, സ്കിപ്പ് ചെയ്യാം. പക്ഷേ വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കുമ്പോൾ എൻ്റെ മുടിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കത് താല്പര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലിന് പകരമായിട്ട് വേറെ ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നമുക്കത് മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എല്ലാം തന്നെ നിങ്ങളുടെ മുടിയുടെ ഉള്ളിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇത്രയും തന്നെ എടുക്കണമെന്നില്ല. കൂടുതലെടുക്കാം അല്ലെങ്കിൽ കുറച്ചെടുക്കാം. അതൊക്കെ മുടിയുടെ ആ ഒരു തിക്നെസ്സിനും ലെങ്ത്തിനും അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് ഈ ഹെയർ മാസ്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞ് ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഹെയർ മാസ്ക് ഓരോ ലെയറായിട്ട് ഓരോ വകച്ചില്ലായി എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടി തേച്ച് കൊടുക്കുക. ചെറുതായിട്ടൊരു മസാജും കൂടി കൊടുക്കുക ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. ഷാമ്പു യൂസ് ചെയ്യണം എന്ന് പറയാനായിട്ട് കാരണം ഉള്ളിയുടെ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷാമ്പുവിന് പകരം താളിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾ സോപ്പ് യൂസ് ചെയ്തരുത് വാഷ് ചെയ്യാനായിട്ട്. ഇത് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഈ ഒരു ഹെയർ മാസ്ക്. ആഴ്ചയിൽ 2 ദിവസം മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി. ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചേഞ്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. മുടിയുടെ കാര്യത്തിൽ മുടി കൊഴിച്ചിലൊക്കെ തന്നെ മാറിയിട്ട് മുടി നന്നായിട്ട് തന്നെ ഉള്ളി വയ്ക്കുന്നതായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഇട്ടിരുന്ന ഉള്ളി പ്ലസ് വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഒരു ഹെയർ മാസ്കിന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടിയിരുന്നു ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്കും സെയിം റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുടി കുറവുള്ളവർക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്